ഹലോ ഒരുവൺ എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആക്സിയോം മിഷൻ 4, പാൻ ഏഷ്യൻ റെയിൽവേ, ഗ്ലോബൽ കണ്ടെയ്നർ ഷോർട്ടേജ്, AK-203 അസോൾട്ട് റൈഫിൾസ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് മലാക്ക സ്ട്രൈറ്റ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിയോം മിഷൻ 4നെ കുറിച്ചാണ്. ഈ ആക്സിയോം മിഷൻ 4നെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയുടെ ISRO നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻസിൽ ഒന്നാണ്, ഇപ്പോൾ റീസെൻ്റ്ലി നടത്താൻ പോകുന്ന മിഷൻസിൽ ഒന്നാണ് ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ ആദ്യമായിട്ട് നമ്മുടെ കുറച്ച് ആസ്ട്രോനട്സിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗഗൻയാൻ മിഷന് മുന്നോടിയായിട്ട് ഈ 2024 തന്നെ, അപ്പോൾ ഗഗൻയാൻ മിഷൻ മോസ്റ്റ് പ്രോബബിളി 2025 ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 2024 തന്നെ അമേരിക്കയിലുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയാണ് ഈ ആക്സിയോം എന്ന് പറയുന്നത്. അപ്പോൾ അവർ നടത്തുന്ന ഒരു പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള ആസ്ട്രോനോട്ട് മിഷനാണ് ആക്സിയോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിയോമിൻ്റെ 4ാമത്തെ മിഷനകത്ത് 2 ഇന്ത്യൻ ആസ്ട്രോനട്സിനെ, ഈ ഗഗൻയാൻ മിഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 2 പേരെ കൂടി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ വർഷം ഒക്ടോബർ ആകുമ്പോഴേക്കും കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആക്സിയോം എന്ന് പറയുന്നത് ബേസിക്കലി അമേരിക്കയിലുള്ള, ഇപ്പോൾ നമ്മൾ സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള ചില ആസ്ട്രോനട്ട് മിഷൻസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള ആസ്ട്രോനട്ട് മിഷൻസ് നടത്തിയിട്ടുള്ള ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ ആക്സിയോം ആണ്. അപ്പോൾ അവർ 3 മിഷൻസ് ആണ് ഇതുവരെ 3 പ്രാവശ്യമാണ് ഇത്തരത്തിൽ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള ആസ്ട്രോനട്ട് മിഷൻസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നടത്തിയിട്ടുള്ളത്. അതറിയപ്പെടുന്നത് ആക്സിയോം 1, ആക്സിയോം 2, ആക്സിയോം 3 എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിലെ 4ാമത്തെ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള ആസ്ട്രോനട്ട് മിഷനാണ് ഈ ആക്സിയോം 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയത്, ഒരു പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ആസ്ട്രോനട്ട് മിഷനാണ്. ബേസിക്കലി ആസ്ട്രോനട്സിനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് മിഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നടത്തുന്നത്, ഈ ഒരു മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്സിയോം സ്പേസ് എന്ന് പറയുന്ന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയാണ്. അപ്പോൾ ഈ ആക്സിയോം എന്ന് പറയുന്ന കമ്പനിക്ക് സ്വന്തമായിട്ട് ലോഞ്ച് വെഹിക്കിൾസോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ് ഒന്നും അവരുടെ കയ്യിലില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ആക്സിയോം മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരും അമേരിക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് സ്പേസ് കമ്പനി ആയിട്ടുള്ള എലോൺ മസ്കിന്റെ സ്പേസ് എക്സും കൂടി ചേർന്നിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ആക്സിയോം എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയാണ് ഈ മിഷൻസ് നടത്തുന്നതെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലും അവർ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഈ ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ആസ്ട്രോനട്സിനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഇതേ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ലോഞ്ചറാണ്. ഇത് 2024, ഇപ്പോൾ ഈ വർഷം ഒക്ടോബറോട് കൂടിയിട്ടാണ് ഈ ആക്സിയോം 4 എന്ന് പറയുന്ന മിഷൻ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലെ നാസയുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് ലോഞ്ച് സൈറ്റുകളിലൊന്നായിട്ടുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഇന്ത്യയുടെ കേസിലുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഗഗൻയാൻ മിഷനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള 4 ആസ്ട്രോനട്സിൽ 2 പേര് ഈ ഒരു ആക്സിയോം 4നകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പാൻ ഏഷ്യൻ റെയിൽവേയെ കുറിച്ചാണ്. അപ്പോൾ ഈ പാൻ ഏഷ്യൻ റെയിൽവേയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ഈ സെയിം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു പാസിംഗ് റിമാർക്ക് പോലെ ഈ പാൻ ഏഷ്യൻ റെയിൽവേയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാൻ ഏഷ്യൻ റെയിൽവേ എന്ന് പറയുന്നത് ചൈനയുടെ സദേൺ ചൈനയിൽ കിടക്കുന്ന കുൻമിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നഗരത്തിനെ മലാക്ക സ്ട്രെയിറ്റ് വരെ, അതായത് ഇൻഡോ ചൈന പെനിൻസുലയിലൂടെ കടന്നു പോയിട്ട് മലേഷ്യയിൽ പോയി മലാക്ക സ്ട്രെയിറ്റ് വരെ കണക്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് റെയിൽ ലിങ്ക്സ് ഉൾപ്പെടുന്നതാണ് പാൻ ഏഷ്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മലേഷ്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിനെയും വെസ്റ്റേൺ കോസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന മലേഷ്യ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് പ്രൊജക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പാൻ ഏഷ്യൻ റെയിൽവേയെ കുറിച്ചും ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻ ഏഷ്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദേൺ ചൈനയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായിട്ടുള്ള കുൻമിങ്ങിനെ
ഈ ഇൻഡോ ചൈന പെനിൻസുലയുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മലേഷ്യ വരെയുള്ള മേഖലകൾ, ഇൻഡോ ചൈന പെനിൻസുല അല്ല മലേഷ്യ വരെയുള്ള മേഖലകളെ മലാക്ക സ്ട്രേറ്റ് വരെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് റെയിൽ ലിങ്ക്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് കുൻമിങ് സിംഗപ്പൂർ റെയിൽവേ എന്നുള്ള പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. കാരണം ഈ മലായ് പെനിൻസുലന്റെ ടിപ്പിലാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന ചെറിയ രാജ്യം കിടക്കുന്നത്. അപ്പോൾ അവിടെ വരെയാണ് ഈ റെയിൽ ലിങ്ക് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് തൊട്ട് ഒരു 20-ാം നൂറ്റാണ്ടിൽ 1900 തുടക്കം മുതലേ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു റെയിൽ ലിങ്ക് പ്രൊജക്റ്റ് ആണ് ഈ പാൻ ഏഷ്യൻ റെയിൽ ലിങ്ക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഈ റെയിൽ ലിങ്ക് പ്രൊജക്റ്റിലൂടെ ചൈന, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളെ അല്ലെങ്കിൽ ചൈനയെ സിംഗപ്പൂരുമായിട്ട് കണക്ട് ചെയ്യാനും ഇതിന്റെ ഭാഗമായിട്ട് മറ്റുള്ള മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇതാണ് മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളെ കൂടി റെയിൽ വഴി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു റെയിൽ ലിങ്ക് പ്രൊജക്റ്റ് ആണിതെന്ന് മനസ്സിലാക്കി. ഇത് ആദ്യം പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഇൻഡോ ചൈന പെനിൻസുലയും അതുപോലെ തന്നെ ഈ മലായ് റീജിയനൊക്കെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ ഒക്കെ അധീനതയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഈ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കൊളോണിയൽ എംപയറുകളുടെ സമയത്ത് 20-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു റെയിൽ ലിങ്ക് പ്രൊജക്ട് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ഓൾറെഡി ഈ മേഖലകളിൽ ഉണ്ടായിരുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്ന റെയിൽ നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് വഴി ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് അല്ലെങ്കിൽ ഈ പ്രദേശങ്ങൾക്കിടയിലുള്ള ട്രേഡ് ഒക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രൊജക്ട് പ്രപ്പോസ് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ലോകമഹായുദ്ധങ്ങളൊക്കെ കാരണം ഈ പ്രൊജക്ട് നടപ്പിലാക്കാൻ പറ്റിയില്ല. അത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് റിവൈവ് ചെയ്യപ്പെടുന്നത് 2006 ചൈനയുടെ ഒരു പ്രപ്പോസലിന്റെ അല്ലെങ്കിൽ ചൈന മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത് വീണ്ടും റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻ ഏഷ്യൻ റെയിൽവേ നെറ്റ്വർക്കിനകത്ത് അല്ലെങ്കിൽ പാൻ ഏഷ്യൻ റെയിൽവേക്കകത്ത് പ്രധാനമായിട്ടും 3 റൂട്ടുകളാണ് ഉള്ളത്. ഓക്കെ, ഈ കുൻമിങ് ചൈന, ബാങ്കോക്ക് ഈ കുൻമിങ് ചൈനയിലുള്ള കുൻമിങ്, അതുപോലെ തന്നെ ബാങ്കോക്ക്, തായ്ലൻഡ് എന്നുള്ള മേഖലകളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു 3 പ്രധാനപ്പെട്ട റെയിൽ റൂട്ടുകളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഒന്നാമത്തത് ഈസ്റ്റേൺ റൂട്ടാണ്. ഈസ്റ്റേൺ റൂട്ട് എന്ന് പറയുന്നത് ഈ ഇൻഡോ ചൈന പെനിൻസുലയുടെ ഭാഗമായിട്ട് കിടക്കുന്ന വിയറ്റ്നാം, കംബോഡിയ എന്നീ മേഖലകളെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൂടെ ഉള്ളതാണ്. രണ്ടാമത്തത് സെൻട്രൽ റൂട്ടാണ്, അത് ലാവോസ് വഴിയാണ്. മൂന്നാമത്തത് വെസ്റ്റേൺ റൂട്ടാണ്, അത് മ്യാൻമാർ വഴിയാണ്. ഇതിനകത്ത് ഈ പാൻ ഏഷ്യൻ റെയിൽവേയുടെ ഏറ്റവും സദേൺ പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സദേൺ ഹാഫ് എന്ന് പറയുന്നത് ബാങ്കോക്ക് തൊട്ട് സിംഗപ്പൂർ വരെയുള്ള മേഖലകൾ 1918 തൊട്ടേ ഓപ്പറേഷനിലാണ്. ഈ ബാങ്കോക്ക് തൊട്ട് സിംഗപ്പൂർ വരെ ഓൾറെഡി റെയിൽ നെറ്റ്വർക്കുകൾ, കണക്ട് ചെയ്യുന്ന റെയിൽ നെറ്റ്വർക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ സെൻട്രൽ റൂട്ട്, ലാവോസ് വഴിയുള്ള സെൻട്രൽ റൂട്ട് 2021 ചൈനീസ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണ്. ബാക്കിയുള്ള റൂട്ടുകൾ ഇപ്പോൾ ഈ വിയറ്റ്നാമിന്റെ ഭാഗത്തുള്ള റൂട്ടുകളും ഇപ്പോൾ നിങ്ങൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ വിയറ്റ്നാമിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന, വിയറ്റ്നാമിന്റെ പല മേഖലകളെ കണക്ട് ചെയ്യുന്ന ഈ റൂട്ടും ഇപ്പോൾ ഓപ്പറേഷനിലാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു റൂട്ടാണ് ECRL അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് എന്ന് പറയുന്നത് മലേഷ്യയിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെയിൽ ലിങ്ക് പ്രൊജക്റ്റ് ആണ്. കാരണം ചൈനയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ചൈന കമ്മ്യൂണിക്കേഷൻസ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ പ്രൊജക്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ചൈനയുടെ സാമ്പത്തിക സഹായം വെച്ചിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ലോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് എന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ബേസിക്കലി മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഒരു പോർട്ട് ക്ലാങ് എന്ന് പറയുന്ന മലാക്ക സ്ട്രേറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പോർട്ടുണ്ട്. ഈ പോർട്ടിനെ മലേഷ്യയുടെ ഒരു ക്വാൻറ്റാൻ പോർട്ട് എന്ന് പറയുന്ന അവരുടെ ഈസ്റ്റേൺ കോസ്റ്റുള്ള പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റെയിൽ ലിങ്ക് പ്രൊജക്റ്റാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽ ലിങ്ക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി മലേഷ്യക്കകത്തുള്ള ഈ മലേഷ്യയുടെ വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും നമ്മളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ട്രേഡും പീപ്പിൾസ് മൂവ്മെന്റിന്, അതായത് ജനങ്ങളുടെ മൂവ്മെന്റിനൊക്കെ വലിയ രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ചൈനക്ക് ഇതുകാരണമുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനയുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് വൾണറബിലിറ്റീസിൽ ഒന്നാണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലാക്ക സ്ട്രൈറ്റിന്റെ ഈ ഒരു വീതി കുറഞ്ഞ ഈ ഒരു ഭാഗത്തിന്റെ മുകളിലുള്ള ചൈനയുടെ ഡിപ്പെൻഡൻസി വലിയ രീതിയിൽ കുറക്കാൻ ഈ റെയിൽ ലിങ്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സഹായിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഇത് വലിയ രീതിയിൽ കോസ്റ്റ് ഓവർ റൺ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങൾക്കൊന്നും ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുമ്പോൾ വലിയ താല്പര്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്ലോബൽ കണ്ടെയ്നർ ഷോർട്ടേജിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്ലോബൽ കണ്ടെയ്നർ ഷോർട്ടേജുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഗ്ലോബൽ കണ്ടെയ്നർ ഷോർട്ടേജ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഈ നമുക്കറിയാം ലോകത്തിന്റെ പ്രധാനപ്പെട്ട ട്രേഡ് മൊത്തം നടക്കുന്നത്, മെജോറിറ്റി ട്രേഡ് നടക്കുന്നത് മാരിടൈം റൂട്ട്സ് വഴിയാണ്, അല്ലെങ്കിൽ കപ്പൽ വഴിയാണ്.
അപ്പോൾ ഈ കപ്പൽ വഴിയുള്ള ട്രേഡ് നടത്തണമെങ്കിൽ അതിന് ബേസിക്കലി മറൈൻ കണ്ടെയ്നേഴ്സ് ആവശ്യമാണ്. കണ്ടെയ്നറുകളിലാക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന് ആവശ്യത്തിന് കണ്ടെയ്നറുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ. അത് ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടേഴ്സിനെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്ലോബൽ കണ്ടെയ്നർ ഷോർട്ടേജ് വരാനുള്ള കാരണം ഒന്ന്, അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ചൈനയിൽ നിന്നുള്ള ചില പ്രൊഡക്റ്റിന്റെ മുകളിൽ വലിയ രീതിയിൽ താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇറക്കുമതി നികുതി ചുമത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചൈനയിൽ നിന്ന് US അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലേക്കും പോകുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ഈ EVസിന്റെ മുകളിലാണ് ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് താരിഫ് അവർ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇമ്പോസ് ചെയ്തിട്ടുള്ള താരിഫ് ഇപ്പോൾ ഈ മാസം നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു 100% താരിഫ് ഉണ്ട്. അത് August 1 തൊട്ടാണ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ താരിഫ് നിലവിൽ വരുന്നതിന് മുമ്പ് പരമാവധി സാധനങ്ങൾ ഈ താരിഫിനകത്ത് ഉൾപ്പെടുത്താതെ പരമാവധി സാധനങ്ങൾ ഈ താരിഫ് നിലവിൽ വരുന്നതിന് മുമ്പ് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈനയിലെ കമ്പനികൾ വലിയ രീതിയിൽ തിടക്കം കാണിക്കുന്നുണ്ട്. വലിയ രീതിയിൽ മത്സരിക്കുന്നത് കാരണം ബാക്കിയുള്ള പ്രദേശങ്ങൾക്ക് എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള കണ്ടെയ്നറുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണം. ഇനി ചൈന ഇത്തരത്തിൽ എക്സ്പോർട്ട് നടത്തുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് കണ്ടെയ്നർ കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, കണ്ടെയ്നർ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ബോക്സ് മാത്രമല്ല, അത് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൂടെ. പക്ഷേ ഈ കണ്ടെയ്നറുകളുടെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന കണ്ടെയ്നർ പ്രൊഡക്ഷൻ്റെ 95% കൺട്രോൾ ചെയ്യുന്നത് ചൈന എന്ന് പറയുന്ന ഒറ്റ രാജ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അവരുടെ എക്സ്പോർട്ടിംഗ് കമ്പനീസിന്റെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സപ്ലൈ അങ്ങോട്ട് റീറൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൈനയുടെ മുകളിലുള്ള ഡിപ്പെൻഡൻസി വലിയൊരു പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമാണ്. അപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഈ കണ്ടെയ്നർ അവൈലബിലിറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം യമനിൽ നിന്നുള്ള ഹൂത്തി റിബൽസ് റെഡ് സീ വഴിയുള്ള മാരിടൈം ട്രേഡിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ യൂറോപ്പിലേക്കുള്ള കച്ചവടം നടത്തുന്നതിന് വേണ്ടിയുള്ള ഷോർട്ടസ്റ്റ് റൂട്ടായിട്ടുള്ള റെഡ് സീ വഴിയുള്ള റൂട്ട് എടുക്കുന്നതിന് പകരം മിക്ക കമ്പനികളും അല്ലെങ്കിൽ മിക്ക മാരിടൈം ട്രേഡിംഗ് കൺസേൺസും അല്ലെങ്കിൽ കപ്പലുകളും ആഫ്രിക്ക ചുറ്റിയിട്ടാണ് സദേൺ യൂറോപ്പിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ദിവസം എടുക്കുന്ന, കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഈ അതിനകത്തുനിന്ന് ഒഴിവാക്കുന്ന കണ്ടെയ്നറുകൾ റീയൂസ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്, അത് കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഷോർട്ടേജ് വരാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന ഇന്ത്യയിൽ ഈ കണ്ടെയ്നറുകളുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. അതാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിനെക്കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഒരു നവരത്ന കമ്പനിയാണ് ഈ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷന് അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഓഫ് കണ്ടെയ്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണിത്. 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ട് ഈ കണ്ടെയ്നർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ചില കമ്പനികൾക്കൊക്കെ ഈ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വലിയ രീതിയിലുള്ള ചില ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഓർഡറുകളൊന്നും ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പരാമർശിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് AK-203 അസോൾട്ട് റൈഫിൾസിനെ കുറിച്ചാണ്. സോ AK-203 അസോൾട്ട് റൈഫിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 9 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്ത വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ AK സീരീസിൽ പെടുന്ന റൈഫിളുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള റഷ്യക്കാരനായിട്ടുള്ള മിഖായിൽ കലോഷ്നിക്കോവ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൈഫിൾ തന്നെയാണ് ഈ AK-203 അസോൾട്ട് റൈഫിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ AK സീരീസിൽ പെടുന്ന റൈഫിൾസിന്റെ ഒരു എക്സ്പോർട്ട് വേരിയന്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 2000-ന്റെ ഒക്കെ തുടക്കത്തിൽ റഷ്യ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ AK-100 സീരീസിൽ പെടുന്ന കുറച്ച് റൈഫിൾസ് ഉണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടത് ഒരു റൈഫിളിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ശരിക്കും ഈ AK-203 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇതിനെ AK-300 അല്ലെങ്കിൽ AK-100M എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് AK-203 എന്നുള്ള പേര് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് AK സീരീസിൽ പെടുന്ന ബാക്കിയുള്ള റൈഫിളുകൾ പോലെ തന്നെ ഇതൊരു ഗ്യാസ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള അസോൾട്ട് റൈഫിളാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കാറ്ററിഡ്ജ് എന്ന് പറയുന്നത് 7.62x39mm കാറ്ററിഡ്ജ് ആണ്. സാധാരണഗതിയിൽ AK-47 യൂസ് ചെയ്യുന്ന സെയിം കാറ്ററിഡ്ജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആർമിയുടെ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിൾ എന്ന് പറയുന്നത് ഇൻസാസ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിജീനിയസ്ലി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തോക്കാണ്. സോ ഈ ഇൻസാസിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിൾ ആയിട്ടുള്ള ഇൻസാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമി സെലക്ട് ചെയ്തിട്ടുള്ള പുതിയ സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിളാണ് ഈ AK-203 എന്ന് പറയുന്നത്.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ഏകദേശം 6,70,000-ഓളം അസോൾട്ട് റൈഫിൾസ്, AK-203 അസോൾട്ട് റൈഫിൾസ് റഷ്യയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 70,000-ഓളം റൈഫിൾസ് അവിടുന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള ഒരു 6 ലക്ഷത്തോളം വരുന്ന റൈഫിൾസ് ഇന്ത്യയും റഷ്യയും കൂടി ചേർന്നിട്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ, ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉത്തർപ്രദേശിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയാണ് ഈ ബാക്കിയുള്ള 6 ലക്ഷം റൈഫിൾസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കരാറിനകത്ത് ഒരു ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയുടെ എലമെന്റും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് മലാക്ക സ്ട്രൈറ്റ് ആണ്. അപ്പോൾ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ മാരിടൈം ട്രേഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോക്ക് പോയിന്റ് ആണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ബേസിക്കലി ഈ മലായ് പെനിൻസുല എന്ന് അറിയപ്പെടുന്ന, അപ്പോൾ നമ്മൾ മലേഷ്യയും സിംഗപ്പൂരൊക്കെ ഉൾപ്പെടുന്ന മലായ് പെനിൻസുലക്കും അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള സുമാത്രൻ ഐലൻഡിനും ഇടയിലൂടെ കടന്നു പോകുന്ന ഏകദേശം 800 കിലോമീറ്ററോളം നീളമുള്ള വലിയൊരു സ്ട്രൈറ്റ് ആണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഓഷന്റെ ഭാഗമായിട്ടുള്ള ആൻഡമാൻ സീനെയും അതുപോലെ തന്നെ പസഫിക് ഓഷന്റെ ഭാഗമായിട്ടുള്ള സൗത്ത് ചൈന സീനെയും പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷനും അതുപോലെ തന്നെ പസഫിക് ഓഷനും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ചാനലുകളിൽ ഒന്നാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഏഷ്യനെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് റൂട്ടും ഈ മലാക്ക സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ഈ മലാക്ക സ്ട്രൈറ്റിന് ഈ പേര് വരാനുള്ള കാരണം ഈ മലായ് പെനിൻസുല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജവംശമുണ്ട്, മലാക്ക സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ആ മലാക്ക സുൽത്താനേറ്റിൽ നിന്നാണ് ഈ മലാക്ക സ്ട്രൈറ്റ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ മലാക്ക സ്ട്രൈറ്റിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് ചില റൂട്ടുകളുണ്ട്. ഇപ്പോൾ ഈ സൗത്ത് ചൈന സീനെയും ആൻഡമാൻ സീനെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനെയും പസഫിക് ഓഷനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലാക്ക സ്ട്രൈറ്റിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ചില റൂട്ടുകളുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ലംബോക് സ്ട്രൈറ്റ്, അതുപോലെ തന്നെ മക്കസാർ സ്ട്രൈറ്റ്, സിബൂട്ടു പാസേജ്, അതുപോലെ തന്നെ മിൻഡോറോ സ്ട്രൈറ്റ് എന്നൊക്കെ പറയുന്ന സ്ട്രൈറ്റുകൾ. പക്ഷേ ഇതൊക്കെ ഈ മലാക്ക സ്ട്രൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി വളഞ്ഞു പോകേണ്ട, കുറച്ചും കൂടി ദൂരം കൂടുതലുള്ള റൂട്ടുകളായതുകൊണ്ടാണ് ഈ പ്രധാനമായിട്ടും മാരിടൈം ട്രേഡിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ലോകത്തിന്റെ ടോട്ടൽ മാരിടൈം ട്രേഡിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ മലാക്ക സ്ട്രൈറ്റ് വഴിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചൈനയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മലാക്ക സ്ട്രൈറ്റ്. അവരുടെ മാരിടൈം ട്രേഡിന്റെ ഏകദേശം 60 തൊട്ട് 80% വരെ കടന്നു പോകുന്നത് ഈ മലാക്ക സ്ട്രൈറ്റ് വഴിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലാക്ക സ്ട്രൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷിപ്പ് ബിൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, അതാണ് മലാക്ക മാക്സ് എന്ന് പറയുന്നത്. അതായത് മലാക്ക സ്ട്രൈറ്റ് അത്യാവശ്യം വീതിയുള്ള ഒരു കടലെടുക്കാണെങ്കിലും പക്ഷേ ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 25 മീറ്റർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെപ്തിലൂടെ പോകാൻ പറ്റുന്ന കപ്പലുകളുടെ വലിപ്പത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെയാണ് മലാക്ക മാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മലാക്ക സ്ട്രൈറ്റിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പോൾ ഇതിന്റെ മുകളിലുള്ള ചൈനയുടെ ഡിപ്പെൻഡൻസ് ഒക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ കനാലാണ് ക്രാക്ക് കനാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തായ് കനാൽ എന്ന് പറയുന്നത്. ഈ തായ്ലൻഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു മാൻമേഡ് ആയിട്ടുള്ള കനാൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ക്രാക്ക് കനാൽ എന്ന് മനസ്സിലാക്കുക. അത് അവർ ഡിസൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കാനുള്ള കാരണം ഈ മലാക്ക സ്ട്രൈറ്റിന് മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.